ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം ചർച്ചയായ ഒരു വിഷയം ഷിംജിത എന്ന് പറയുന്ന ഒരു യുവതി ബസ്സിൽ വെച്ചിട്ട് ഒരാളുടെ വീഡിയോ എടുക്കുന്നതും അത് വൈറലായതിനെ തുടർന്ന് അദ്ദേഹം മാനഹാനി മൂലം ആത്മഹത്യ ചെയ്തു. അവസാനം ഷിംജിത ഇപ്പൊ ജയിലിലാണ്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഷിംജിതയ്ക്കെതിരെ ഇപ്പൊ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ ആലോചിക്കുന്നത് എന്താണ് ആത്മഹത്യാ പ്രേരണ കുറ്റം? ഈ നിയമത്തിൽ അതിന്റെ വകുപ്പുകൾ എന്താണ്? ഇത് നിലനിൽക്കുന്ന ഒരു വിഷയമാണോ? അതിനെപ്പറ്റി സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? അതിനെ പറ്റി ഞാൻ ഈ വീഡിയോ കണ്ടില്ല, കാണാൻ ഉദ്ദേശിക്കുന്നുമില്ല. കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന റീൽസ് ഒന്നും കാണാറില്ല. വളരെ പാടുപെട്ട് വലിയ താരങ്ങളെ വെച്ച് സിനിമാ സംവിധായകർ എടുക്കുന്ന സിനിമ കാണുമ്പോൾ തന്നെ 5 മിനിറ്റ് കാണുമ്പോൾ ബോറടിക്കും. പിന്നെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആളുകൾ എന്തൊക്കെയോ കാണിക്കുന്ന സാധനങ്ങൾ റീൽസ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ ജനറലി കാണാറില്ല. ഇതിനെക്കുറിച്ച് വാർത്തകൾ വന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഞാൻ റീൽ കണ്ടിട്ടില്ല. എനിക്കത് കാണാൻ തോന്നിയില്ല, അതുകൊണ്ടാണ്. അപ്പൊ അതിനകത്ത് ഈ പ്രശ്നത്തിൽ 4 രീതിയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. 4 ആംഗിൾ ഉണ്ട് മിനിമം. ഒന്ന്, ഫ്രം ദ ആംഗിൾ ഓഫ് സൂയിസൈഡ് ആൻഡ് ദ പേഴ്സൺ ഹു കമ്മിറ്റഡ് സൂയിസൈഡ്. ആത്മഹത്യയുടെ ഭാഗത്തുനിന്നും ആത്മഹത്യ ചെയ്ത ആളുടെ ഭാഗത്തുനിന്നും ഈ പ്രശ്നത്തെ കാണണം. 2, ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ആളുടെ ഭാഗത്തുനിന്ന്, ആ പ്രവൃത്തിയെ തുടർന്നിട്ടാണല്ലോ ഈ ആത്മഹത്യയിലെത്തിയത്. 3, ഇതിന്റെ നിയമപരമായ വശം. ഭരണഘടനയല്ല, IPCയുടെ സെക്ഷൻ 306 അല്ലെങ്കിൽ BNSന്റെ സെക്ഷൻ 108 അനുസരിച്ച് ഉള്ള അതിനെ ചർച്ച ചെയ്യണം. പിന്നെ ഈ സംഭവത്തെ തുറന്നിട്ട് നമ്മുടെ കേരള സമൂഹത്തിലുണ്ടായ ആഫ്റ്റർ ട്രമേഴ്സ്, ഇപ്പൊ ഇതൊരു ഭൂകമ്പം ഉണ്ടാക്കി, ഒരു ഭൂകമ്പം, ആ ഭൂകമ്പത്തിന് ശേഷം ഉണ്ടാകുന്ന ചില തുടർ ചലനങ്ങളുണ്ട്. അതെ, ഈ 4 രീതിയിലാണ് ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന്റെ ആദ്യത്തെ എന്ന് പറയുമ്പോൾ ആത്മഹത്യയുടെ ഭാഗത്തുനിന്നും ആത്മഹത്യ ചെയ്ത ആളുടെ ഭാഗത്തുനിന്നുള്ള ഒരു കാഴ്ചപ്പാട്. അതായത് നമ്മൾ തുടങ്ങുന്നത് എവറി സൂയിസൈഡ് ഇസ് എ ട്രാജഡി ആൻഡ് ടു സം ഡിഗ്രി എ മിസ്റ്ററി. നമുക്ക് ഒരു ആത്മഹത്യയുടെയും പൂർണ്ണമായ കാരണങ്ങൾ നമുക്ക് അറിയില്ല. കാരണം ആത്മഹത്യ ചെയ്ത ആൾ നമ്മളോടൊപ്പം ഇല്ല. നമ്മുടെ ഇൻഫറൻസുകളാണ്. ചിലപ്പോൾ അവരൊരു മരണക്കുറിപ്പ് എഴുതിയേക്കാം, പക്ഷെ ആ മരണക്കുറിപ്പ് അവരുടെ യഥാർത്ഥ അവസ്ഥ വെളിപ്പെടുത്തുന്നതാണ് എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. കാരണം ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും എൻ്റെ വേർഡ്സ് ആൻഡ് മൈ ആക്ഷൻസ് ആണ് എന്നെ ഇന്റർപ്രറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നല്ലേ. എൻ്റെ തോട്ട്സ് എന്താ നിങ്ങൾക്ക് അറിയില്ല. യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ തോട്ട്സ് ആണ്. എൻ്റെ തോട്ട്സിലാണ് ഞാൻ യഥാർത്ഥത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ആക്ഷൻസ് ആൻഡ് മൈ വേർഡ്സ് അത് പല രീതിയിൽ ഞാൻ ഡിഫൈൻ ചെയ്യുന്നു, റീഡിഫൈൻ ചെയ്യുന്നു, എന്നിട്ടാണ് നിങ്ങളുടെ മുമ്പ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. അതിനെയാണ് നിങ്ങൾ വ്യാഖ്യാനിച്ചിട്ടാണ് ഞാൻ നല്ലവനാണോ മോശപ്പെട്ടവനാണോ, ഇതൊക്കെ നിങ്ങളുടെ കൺക്ലൂഷൻ. എൻ്റെ ചിന്തകളല്ല. ചിന്തകളിലാണ് യഥാർത്ഥത്തിൽ ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ മരിച്ച അയാൾ നമ്മളോട് ചില ചോദ്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ മറുപടി പറയാൻ അയാളില്ല. അതുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും ഇൻഫറൻസ് ആണ്. ഓരോ വ്യക്തിയും അവന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഇതിനെ കാണുക ചെയ്യുന്നത്. ഈ മരിച്ച ആള് ദീപക്, അയാളൊരു കുറിപ്പ് എഴുതിയിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഫേമസ് ആയ ഒരു മരണമാണ് ഹെമിംഗ്വേയുടെ ആത്മഹത്യ. എഴുത്തുകാരൻ, നോവലിസ്റ്റ്. എന്താണ് കൃത്യമായ കാര്യം എന്ന് അറിയുന്നില്ല. ചിലർ പറയുന്നു കൊച്ചിലെ പുള്ളിക്ക് ഒരു അപകടം പറ്റി, തലയിൽ ചെറിയത് വന്നു, അതിനെക്കുറിച്ചുണ്ടായ ചില സൈക്യാട്രിക് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പറയുന്നു. പിന്നെ പറയുന്നത് ചില അൺസർട്ടനിറ്റീസ് പുള്ളിക്കുണ്ടായിരുന്നു, ചില ചികിത്സകൾ പുള്ളിക്ക് ഭയം ഉണ്ടായിരുന്നു. നമ്മൾ നോക്കണം, ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായ നോവലിസ്റ്റ്, ഏറ്റവും കൂടുതൽ ആളുകൾ വായനിച്ച, അയാൾക്ക് നൊബേൽ സമ്മാനം കിട്ടിക്കഴിഞ്ഞപ്പം പ്രസിഡന്റ് അയാളെ ആദരിക്കാൻ വിളിച്ചപ്പം അയാൾ പറഞ്ഞത് ഞാൻ താമസിക്കുന്ന സ്ഥലം അതുവരെ പോകുന്ന വലിയ ദൂരമാണെന്ന് പറഞ്ഞ ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യൻ. നമ്മുടെ MT വാസുദേവനാരെയൊക്കെ പ്രചോദനമായ ദ മാച്ചോ മാൻ എന്റെ കോൺസെപ്റ്റ് കൊണ്ടുവരുന്ന ഒരു ഹെമിംഗ്വേ. ആ ഹെമിംഗ്വേ മരിച്ചത് സൂയിസൈഡ് ചെയ്ത് വെടിവെച്ച് മരിച്ചത് എന്തിനും നമുക്കറിയില്ല. എല്ലാം നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് പലരും പറയുന്ന കാഴ്ചകൾ നമുക്ക്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് വ്യക്തമായി എന്താണ്, അതുകൊണ്ടാണ് അതിനകത്ത് ഇൻ എവറി സൂയിസൈഡ് ദർ ഇസ് എ ഡിഗ്രി ഓഫ് മിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും എന്താണ്, സൂയിസൈഡ് ഓഫൺ സ്റ്റെംസ് ഫ്രം എ ഡീപ് ഫീലിംഗ് ഓഫ് ഹോപ്പ്ലെസ്നെസ്. ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ട് അതിനു മുമ്പ്, ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ്. ആ അവസ്ഥയുടെ അവസാനം ഇത് മാത്രമാണ് എന്റെ സൊല്യൂഷൻ എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ്. അതൊരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. ദ മോമെന്റ് ദാറ്റ് ലീഡ്സ് ദാറ്റ് പേഴ്സൺ ടു സൂയിസൈഡ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. കാരണം ഈ ആത്മഹത്യയിൽ നിന്ന് അറ്റംപ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യരുടെ പിൽക്കാല ജീവിതങ്ങളിൽ
പലരും അവർ നല്ല ഗുണകരമായ ജീവിതങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അപ്പൊ ആ മോമെന്റ് സർവൈവ് ചെയ്യാൻ കഴിയാതെ പോയതാണ്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 10 പടികളുള്ള ഒരു പടി കയറിയിട്ടാണ് 10ാമത്തെ പടിയിലാണ് ദ മോമെന്റ് ഓഫ് സൂയിസൈഡ് എന്ന് വിചാരിക്കുക. അപ്പോൾ ചിലപ്പോൾ അയാൾ, ഏത് മനുഷ്യനും ഈ 10 പടി കയറിയെങ്കിലേ ആത്മഹത്യ ചെയ്യാനൊക്കെയുള്ളൂ. 10 പടി എന്നൊക്കെ ഞാൻ ഒരു സിംബോളിക് ആയിട്ട് പറയുന്നതാണ്. അപ്പൊ അയാൾ 9ാമത്തെ, ചിലപ്പോൾ 8ാമത്തെ 9ാമത്തെ പടിയിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മളൊരു കൗൺസിലിംഗ് സെന്ററിലേക്ക് ഒരു ഫോൺ വരുന്നത്. അത് അയാളുടെ SOS ആണ്. ആ സമയത്ത് എങ്ങനെയെങ്കിലും നമുക്ക് അയാളെ 9ാമത്തെ പടിയിൽ നിന്ന് 8ാമത്തെ പടിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ വീണ്ടും അയാൾ കുറച്ച് വിഷമം വരുമ്പോൾ വീണ്ടും അയാൾ 9ാമത്തെ പടിയിൽ ചാടി കയറില്ല. അയാൾ താഴെ തൊട്ട് വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങണം. അപ്പൊ എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു ഇതുണ്ട്. അതായത് പുള്ളി ഭയങ്കരമായിട്ട് കടബാധിതയായിട്ട് പുള്ളി എന്റെ വേറെ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അയാൾ അപ്പൊ എന്തിനാണെന്ന് ചോദിച്ചു. എനിക്ക് ഇത്ര കടമുണ്ട്, എനിക്ക് ഒരു വഴിയും കിട്ടുന്നില്ല. നിങ്ങൾ എല്ലാ സോഴ്സും അന്വേഷിച്ചു എന്ന് ചോദിച്ചു. എല്ലാ സോഴ്സും ഞാൻ അന്വേഷിച്ചു, എനിക്ക് ഒരു ഇതുമില്ല, കിട്ടുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ ആത്മഹത്യ. അപ്പൊ ഈ ഫ്രണ്ട് പറഞ്ഞു, നീ രാവിലെ 8 മണിക്ക് ഇങ്ങോട്ട് വാ, നമുക്ക് ആ പ്രശ്നം തീർക്കാന്ന് പറഞ്ഞു. നിന്റെ പ്രശ്നം തീർക്കാൻ നീ രാവിലെ 8 മണിക്ക് വരാൻ പറഞ്ഞു. അപ്പൊ ഇയാൾ രാവിലെ കൃത്യം 8 മണിക്ക് വന്ന് ബെല്ലടിച്ചു. ഒന്ന് കാപ്പുടിയാ, നമുക്ക് ആ പൈസ എനിക്കൊന്ന് സെറ്റിൽ ചെയ്യണം. അപ്പൊ എന്റെ പൈസയൊന്നുമില്ല. ഇന്നലെ പറഞ്ഞതോ? ഇന്നലെ പറ താൻ ആത്മഹത്യ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ സ്വസ്ഥമായിരുന്ന ആലോചിച്ച് വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തെന്ന് പറഞ്ഞു. അപ്പൊ അവര് കാപ്പിയെ കുടിച്ച് അവരിങ്ങനെ ആലോചിച്ച് അവർക്ക് അയാൾക്ക് കിട്ടാനുള്ള ചില സോഴ്സ് ഉണ്ട്. അവിടെ ഒന്നുകൂടെ പോയി ചോദിച്ചു. അവർ കുറച്ച് പൈസ, അത് ആ മോമെന്റിൽ നിന്ന് അയാൾ താഴെ ഇറക്കിയാൽ മതി. അത് ചെയ്താൽ അത് കഴിഞ്ഞാൽ സർവേ അയാൾ പിന്നെ ട്രിവാൻഡ്രത്തിൽ നല്ല ബിസിനസ്സുകാരനാണ്. ഞാൻ അതുകൊണ്ട് അയാളുടെ പേര് പറയാത്ത അയാൾ അന്ന് ആ മോമെന്റിൽ സൂയിസൈഡ് ചെയ്യാൻ അയാൾ പോയപ്പോൾ അയാളുടെ സുഹൃത്ത്, എന്റെ കൂട്ടുകാർ, ഞങ്ങളുടെ കോമൺ ഫ്രണ്ടാണ്, അയാൾ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ ഇന്നില്ല. അതുപോലെ ഈ ദീപകിന്റെ ജീവിതത്തിലെ ഒരു ക്രിട്ടിക്കൽ മോമെന്റിൽ ആരും ഇടപെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിനകത്ത് നമുക്ക് പലപ്പോഴും വരുന്ന ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഘടകം അൺബെയറബിൾ പെയിൻ എന്ന് വെച്ചാൽ ഫിസിക്കലി ആകാം, ഇമോഷണലി ആകാം. ചിലപ്പോൾ രോഗം കൊണ്ടുവരേക്കും തകർന്നു പോയിട്ട് ജീവിക്കാൻ വയ്യ. പെയിൻ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒക്കെ ആകാം, അത് വരാം. പിന്നെ ഹോപ്പ്ലെസ്നെസ് ആൻഡ് എൻട്രാപ്മെന്റ്. ഞാനൊരു കെട്ടുവിട്ടില്ലാത്തൊരു, എനിക്കന്ന് പൊട്ടിച്ചേർക്കാൻ കഴിയത്തില്ല, എനിക്ക് കരുത്തില്ല, എനിക്ക് വയ്യ എന്ന് പറയുമ്പം ആത്മഹത്യ. പിന്നെ ഞാൻ മറ്റേയാൾക്ക് ബാധ്യതയാണ്, അങ്ങനെ എനിക്ക് ജീവിക്കാൻ വയ്യ എന്നിരിക്കാം. പിന്നെ എനിക്ക് ആരുമില്ല, ഏലിനേറ്റഡ്, ഞാൻ മറ്റുള്ളവരുടെ സമൂഹത്തിൽ ഡിസ്കണക്ട് ആയിട്ട് നിൽക്കുന്നു. ആ സമയത്തും ആത്മഹത്യയിലേക്ക് വരാം. പിന്നെ ഡിപ്രഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. കീ ഫാക്ടർ ഇൻ സൂയിസൈഡ് ആണ്. ആ ഡിപ്രഷൻ അതിന് മുമ്പോ വളരെ മുമ്പോ ഒക്കെ വന്നിരിക്കാം. അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ആളുകൾ നോട്ടീസ് ചെയ്യണമെന്നില്ല. പക്ഷേ ഡിപ്രഷൻ ഈസ് എ വെരി അണ്ടർലൈയിങ് സ്ട്രോങ് ഫാക്ടർ ദാറ്റ് ലീഡ്സ് ടു സൂയിസൈഡ്. പിന്നെ ബൈപോളാർ ഡിസോർഡർ ഉണ്ടെങ്കിൽ സൂയിസൈഡിലേക്ക് ചെന്നെത്താം. പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ അതെല്ലാം സൂയിസൈഡിൽ കൾമിനേറ്റ് ചെയ്യണം എന്നല്ല, ദർ ഇസ് പോസിബിലിറ്റി. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈ ഡ്രഗ്സ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഏതോ ഒരു മോമെന്റിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണം. ചിലപ്പോൾ അവർ വയലന്റ് ആകാം, ചിലപ്പോൾ അവർ വയലൻസ് സെൽഫ് ഇൻഫ്ലിക്റ്റ് ചെയ്യാം. പിന്നെ അയാൾക്കോ അയാളുടെ കുടുംബത്തിലോ ആത്മഹത്യ ചെയ്ത പ്രവണതകൾ, ആത്മഹത്യ കേസസ് ഉണ്ടെങ്കിൽ അത് ഒരു എസ്കേപ്പ് റൂട്ടായിട്ട്, ഒരു പോംവഴിയായിട്ട് ഈ വ്യക്തി കണ്ടെത്താം. പിന്നെ ചിലർക്ക് പുവർ ഇമ്പൾസ് ഉണ്ട്, അവർക്ക് ഇമോഷണലി കൺട്രോൾ ചെയ്യാൻ. എസ്പെഷ്യലി അതൊക്കെ വരുന്നത് ഈ അഡോളസന്റ് ഏജിലാണ്. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ഒരിക്കലും ചിന്തിക്കാത്ത പോലെ അവർ പ്രവർത്തിച്ചേക്കാം. അപ്പം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് വെച്ചാൽ സാധാരണ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ഉണ്ടാകുന്നത് 45 വയസ്സിനും 54 വയസ്സിനും ഇടയ്ക്കാണ്. ഏറ്റവും കൂടുതൽ സൂയിസൈഡ് അറ്റംപ്റ്റുകൾ നടത്തുന്നത് സ്ത്രീകളാണ്. പക്ഷെ സൂയിസൈഡ് അറ്റംപ്റ്റ് സൂയിസൈഡായി മാറുന്നത് പുരുഷന്മാരുടെ കയ്യിലാണ്. അപ്പൊ സ്ത്രീകൾ പലപ്പോഴും അവരുടെ ജീവിതത്തിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുന്നത്, നമ്മൾ നോക്കണമെങ്കിൽ അറ്റംപ്റ്റ് നടത്തി സ്ട്രോങ് സൂയിസൈഡ് ഒരു അറ്റംപ്റ്റ് ചെയ്ത് രക്ഷപ്പെടുന്നത് പലപ്പോഴും അവരൊരു മറ്റു പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ അവരെ കണ്ടെത്തുന്ന ഒരു വഴിയാണ്. നമ്മൾ ആത്മഹത്യ തീരുമാനിച്ച ഒരു മനുഷ്യന്റെ ആത്മഹത്യ നമ്മൾ ആത്മഹത്യ വാർത്തയായിട്ടേ അറിയുള്ളൂ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അരുവിക്കര അവിടെയോ അല്ലെങ്കിൽ നെയ്യാറിലോ എവിടെയാണ് ഒരാള് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ആത്മഹത്യ. അപ്പൊ കണ്ടിട്ട് ആളുകൾ വന്ന് അയാളെ രക്ഷപ്പെടുത്തി വെളിയിൽ കൊണ്ട് കരയിൽ കൊണ്ടിട്ടിരിക്കേണ്ട ഇടയ്ക്ക് എങ്ങനെയാണ് ഇവരുടെ കയ്യിൽ നിന്ന് ചാടിയാൽ വീണ്ടും അതിലേക്ക് ചാടിയിട്ടപ്പോൾ ആരെ രക്ഷപ്പെടുത്താൻ പറ്റും. അയാൾ അവിടെ നിന്ന് പറഞ്ഞു, ഇവിടെ വന്നാൽ വന്നവനെ ഞാൻ മുക്കിക്കൊല്ലുന്നു പറഞ്ഞു. എല്ലാവരും നോക്കിയിരിക്കുകയാണ്. ഇയാള് അതിനകത്ത് മുങ്ങി അയാൾ മരിച്ചുപോയി. അയാൾ ആത്മഹത്യ ചെയ്യാൻ 100% ഉറച്ചതാണ്. അയങ്ങളിലവരെ നമുക്ക് തടയാൻ ഒക്കില്ല, രക്ഷപ്പെടുത്താൻ. കാരണം ഒരു ഫുൾ പ്രൂഫ് ആയിരിക്കും ചെയ്യുന്നത്. അതൊരു ഫുൾ സ്റ്റോപ്പിന് വേണ്ടി. മറ്റതൊരു പോസാണ്. പോസിന് ശേഷം
ചില ഫാക്ടേഴ്സ് അവർ ഒരുപക്ഷെ ഒരു ആത്മഹത്യ അറ്റംപ്റ്റിൽ കൂടെ അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ആകാം, അവരുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാതിരിക്കും. ഒരുപാട് എസ്കേപ്പ് റൂട്ട്സ് ഒക്കെ ഉണ്ട് ഇതിന്റെ പുറകിൽ. ഇനി അല്ലാതെ ചില കാര്യങ്ങളുണ്ട്, ഇതൊന്നും അല്ലാതെ ഒരു മതത്തിന്റെ വിശ്വാസം, രാഷ്ട്രീയ വിശ്വാസത്തിലേക്ക് ഉണ്ടാകുന്ന അടിയുറച്ച അന്ധം എന്ന് നമ്മൾ പറയുന്ന വിശ്വാസം. നമ്മളിപ്പോൾ സൂയിസൈഡ് സ്ക്വാഡുകളിലെ അവർ ബോംബ് ശരീരത്തിൽ, അവർക്കറിയാമല്ലോ ആ ബോംബിൽ പൊട്ടി അവർ ചത്തുപോകുന്നു, അത് വെച്ചുകൊണ്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു സൂയിസൈഡ് സ്ക്വാഡ് എന്നല്ലേ നമ്മൾ പറയുന്നത്. അവരൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഒരു മതത്തിനോ വേണ്ടിയൊക്കെ ചെയ്യുന്നവരാണ്. പിന്നെ ഓണർ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, അതായത് അതിനൊരു ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ജപ്പാനിലൊരു വലിയ ഫേമസ് നോവലിസ്റ്റ് ഉണ്ടായിരുന്നു, യുക്കിയോ മിഷിമ എന്ന് പറഞ്ഞ്. പുള്ളി 1970 സൂയിസൈഡ് ഉണ്ടായിരുന്നു. അത് ജപ്പാനിലെ ഒരു രീതിയുണ്ട്, ഹരാക്കിരി വെച്ചാൽ വയറ് കീറി വയറിനകത്തുള്ള മുഴുവൻ കുടലെല്ലാം വെളിയിലേക്ക് അതിങ്ങനെ കുത്തിയിട്ട് ഇടതുവശത്തുനിന്ന് നമ്മൾ വയർ തുടങ്ങുമ്പോൾ ഇടതുവശത്ത് വലത്തേക്ക് വലിച്ചിട്ട് പിന്നെ താഴേക്ക് വലിച്ചിട്ട് ഇങ്ങനെ വയർ മുഴുവൻ വെളിയിലാവും. അങ്ങനെ വരുമ്പോൾ സഹായിയായിട്ട് നിൽക്കുന്ന ആൾ കഴുത്ത് മുറിച്ചു മാറ്റും. ദിസ് ഓഫ് ഹരാക്കിരി. അത് ജപ്പാന്റെ ഒരു ട്രഡീഷണൽ ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ഡെത്ത് ആണ്. അയാൾ ചെയ്യാൻ കാര്യം വെച്ചാൽ അയാളൊരു ഭയങ്കര ഒരു ട്രഡീഷണലിസ്റ്റ് ആയിരുന്നു. പുതിയ രീതിയിലുള്ള ജപ്പാന്റെ പോസ്റ്റ് വാർ പസിഫിസം തെറ്റാണെന്നും ഒരു സമുറായി എത്തിക്സിലേക്ക് തിരിച്ചു പോകണമെന്നും എംപററിന്റെ ഡിവൈൻ സ്റ്റാറ്റസ് വന്നെന്നും ഒക്കെ ആഗ്രഹിച്ചിരുന്നൊരു മനുഷ്യനാണ്. അതിനുവേണ്ടി അയാൾ വലിയൊരു നാടകീയമായ ഡ്രമാറ്റിക് ഒരു സ്പീച്ചൊക്കെ നടത്തുന്നുണ്ട്, ആളുകളെയൊക്കെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അതിൽ പരാജയപ്പെട്ടു. പരാജയപ്പെട്ടു പോയപ്പം അയാളുടെ ഓണർ നിലനിർത്താൻ വേണ്ടി ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. അങ്ങനത്തെ സംഭവം 1970, ഐ തിങ്ക് ഇറ്റ് ഇൻ December 5 or 25, റിമെമ്പർ ദ എക്സാക്ട് ഡേറ്റ്. പിന്നെ ഡെത്ത് ബൈ സ്ലോ സ്റ്റാർവേഷൻ ഉണ്ട്. ജൈനന്മാരുടെ ഇടയിൽ സന്ധാര എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡെത്ത് ബൈ സ്ലോ സ്റ്റാർവേഷൻ. നമ്മൾ നോക്കുന്ന എനിക്ക് ഓർമ്മയില്ല, വിനോബ ഭാവെ മരിക്കുന്നത് ഡെത്ത് ബൈ സ്ലോ സ്റ്റാർവേഷൻ ആണ്. ഡെത്ത് ബൈ സ്ലോ സ്റ്റാർവേഷനാണ് വിനോദ ഭാവം മരിക്കുന്നത്. ഇനി വളരെ പ്രമാദമായതും നമ്മളെന്ന് എപ്പോഴും എന്താണ് റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു സൂയിസൈഡ് ഉണ്ട്. അത് യൂദാസിന്റെ ആത്മഹത്യയാണ്. യൂദാസ് 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്തു. അവസാനം യേശു കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചെയ്ത പാപത്തിനെ ഓർത്ത്, ബിട്രയലിനെ ഓർത്ത്, കുറ്റബോധമോർത്ത് അയാൾ മരക്കൊമ്പിൽ കെട്ടി ഞാന്ന് ചത്തുകിടന്നു. അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ കാണുന്നത് അങ്ങനെയല്ല. ഈ ശിഷ്യന്മാരിൽ യേശുവിനെ ദൈവമാണെന്ന് കരുതിയ ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് യൂദാസായിരുന്നു. യൂദാസ് ഒരു കച്ചവടക്കാരനുമായിരുന്നു. അപ്പൊ യൂദാസ് കരുതുന്നത് യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം, 30 വെള്ളിക്കാശ് എനിക്ക് കിട്ടാൻ, അതൊരു കച്ചവടം നടക്കുന്നത്. പക്ഷെ യേശു എന്ന ദൈവപുത്രനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് അയാളുടെ അടിയുറച്ച വിശ്വാസമായിരുന്നു. മറ്റു 12 പേർക്കും അത്രയും വിശ്വാസം ഇല്ലായിരുന്നു. ഇയാൾക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്, യേശുവിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷെ യേശുവിനെ പിടിച്ചുകൊണ്ട് പോവുകയും യേശുവിനെ കുരിശിൽ തറയ്ക്കുകയും ചെയ്യുമ്പോൾ ഒരു വലിയ വിശ്വാസ തകർച്ച ഉണ്ടാകുന്നുണ്ട്. ആ വിശ്വാസ തകർച്ചയാണ് യൂദാസിനെ ആത്മഹത്യയിലേക്ക് എത്തിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ബിട്രയൽ അല്ല. അയാൾ ബിട്രേ ചെയ്യുന്ന പറയുമ്പോൾ അറിയുന്ന പണം ഉണ്ടാക്കുന്നു. ബിട്രേ ചെയ്യുമ്പോൾ ബിട്രയൽ എന്ന് പറഞ്ഞാൽ യേശുവിനെയൊക്കെ വിശ്വാസമാണ്, യേശുവിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ ആ യേശു കൊല്ലപ്പെടുമ്പോൾ ജീവിതത്തിന്റെ സകല വിശ്വാസ തകർച്ചയിലാണ് യൂദാസ് ആത്മഹത്യ എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ അങ്ങനെയും സൂയിസൈഡ് നടക്കും. ഇതിനകത്ത് നമ്മൾ സൂയിസൈഡില് പറയും. ഇവിടെ നമ്മൾ സൂയിസൈഡിൻ്റെതായിട്ടുള്ള ഒരുപാട് ആത്മഹത്യയിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുന്ന പല പല സാഹചര്യങ്ങൾ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അതിനെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ആത്മഹത്യാ പ്രേരണ കുറ്റവും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നവർക്കെതിരെ ചുമത്തുന്ന കുറ്റവും അങ്ങനെ വകുപ്പുകൾ പലതാണല്ലോ വരുന്നത്. ഇപ്പോൾ ഷിംജിതയാണെങ്കിൽ പോലും ഇപ്പോൾ അകത്തായിരിക്കുന്നത്, നേരത്തെയുള്ള നവീൻ ബാബു കേസ് എടുത്ത് നോക്കിയാലും പി ദിവ്യ ജയിലിൽ കടന്നതും ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നുള്ള പേരിലാണ്. നമ്മുടെ വകുപ്പുകൾ ചില സമയത്ത് ഭയങ്കര ക്രേസി ആയിട്ട് തോന്നുന്നത് ആത്മഹത്യക്ക് ശ്രമിച്ച് രക്ഷപ്പെട്ട ഒരാൾക്കെതിരെ പോലും കേസ് വരുന്നുണ്ട്, ആത്മഹത്യാ ശ്രമത്തിനും കേസ് എടുക്കുന്നവര്. അപ്പോ ഈ ഒരു വകുപ്പുകൾ എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? ഇപ്പൊ ഞാൻ അതിലേക്ക് വരുന്നു. ശരി, അത് ആത്മഹത്യയുടെ പല രീതിയിലും മനസ്സിലാക്കിയതിനു ശേഷം ഷിംജിത എന്ന് പറഞ്ഞ സ്ത്രീ എടുത്ത് അവരുടെ ഭാഗത്ത് കണ്ടിട്ട് ഈ കേസിലേക്ക് അപ്പോഴായിരിക്കും അത് കൂടുതൽ കേസ് കൃത്യമായി മനസ്സിലാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു, അതിന്റെ ലീഗൽ പോയിന്റ്. ഇനി നമ്മൾ നോക്കണം, സെൽഫ് റെസ്പെക്ട് ഉണ്ടാകുമ്പോഴേ ആത്മഹത്യ ഉണ്ടാവുള്ളൂ. ഈ ചരിത്രത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ആത്മഹത്യ ചെയ്യുന്ന രാജാക്കന്മാരായിരുന്നു. സാധാരണ മനുഷ്യർക്ക് നമ്മൾ ഈ പറഞ്ഞ സെൽഫ് റെസ്പെക്ട് ഇല്ലായിരുന്നു. പിന്നീട് കവികളൊക്കെയാണ്. നമ്മൾ സാധാരണ മനുഷ്യരും ആത്മഹത്യ ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം സാധാരണ മനുഷ്യർക്കും സെൽഫ് റെസ്പെക്ട് ഉണ്ടായി. നിങ്ങൾ നോക്കാത്തുണ്ട്, ഒന്നും ഇല്ലാത്ത, നാളെ എന്തെന്നറിയാത്ത, നാളെ എന്തെന്ന് പറയാത്ത ഈ കിടക്കുന്ന ഭിക്ഷക്കാരിൽ ഒരാൾ ആത്മഹത്യ ചെയ്തായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഒന്നുമില്ല, ജീവിതത്തിൽ പരമശൂന്യതയാണ്. അവരെന്താ ആത്മഹത്യ ചെയ്യാത്ത? ആരും ആത്മഹത്യ ചെയ്തിട്ടില്ല. അത് ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ സെൽഫ് റെസ്പെക്ട് നമ്മളെ ഇല്ലാതാക്കാനും സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ട്രോങ് മെന്റൽ ഹെൽത്ത് ഉള്ളവർ ചെയ്തില്ല. കാരണം കേരളത്തിൽ ഒരൊറ്റ രാഷ്ട്രീയക്കാരൻ ആത്മഹത്യ ചെയ്തിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
ഇല്ല. ഈ രാഷ്ട്രീയക്കാർ ഫേസ് ചെയ്യുന്ന പോലെ അപ്സ് ആൻഡ് ഡൗൺസ് ഫേസ് ചെയ്യുന്ന ആരുണ്ട് നമ്മുടെ സമൂഹത്തിൽ? ഇന്നലെ മന്ത്രിയായിരുന്നാലും അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കത്തില്ല, സീറ്റ് പോലും കിട്ടത്തില്ല, ആരും അറിയാതിരിക്കുന്നു. പിന്നെ എന്തെല്ലാം അപവാദങ്ങൾ അവർക്കെതിരെ വരുന്നു, എന്തെല്ലാം ആരോപണങ്ങൾ വരുന്നു. ഒരു മന്ത്രി, ഒരു രാഷ്ട്രീയക്കാരൻ ആത്മഹത്യ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതൊരു മെന്റൽ ഹെൽത്ത് ആണ്. അപ്പൊ ദീപക് ആത്മഹത്യയുടെ യഥാർത്ഥ കാരണങ്ങൾ നമുക്കറിയില്ല. ഇനി ഈ ഷിംജിത എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് അവരുടെ ഭാഗത്ത് അവരെന്ത് തെറ്റിയതെന്ന് കൂടെ നോക്കാം. എന്താണ് അവരൊരു വീഡിയോ പോസ്റ്റ് ചെയ്തത് തെറ്റാണോ? അത് മാക്സിമം റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്ത തെറ്റാണോ? അതല്ലേ എല്ലാവരും ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? റീച്ച് കിട്ടാത്തൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് റീച്ച്, അവർ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം ഇല്ല. അപ്പൊ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് തെറ്റാണോ? ഞാൻ കരുതുന്നില്ല. റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് തെറ്റല്ല, പക്ഷെ ഒരാളെ അതിനുവേണ്ടി മനഃപൂർവ്വം കുരുതി കൊടുക്കുന്നത് തെറ്റല്ലേ? അല്ല, കുരുതി കൊടുത്തതിലേക്കാണ് വരുന്നത്. അതിലേക്കാണ് മെൻസുറയിലേക്ക് വരുന്നത്. കേസിന്റെ അബറ്റ്മെന്റ് സൂയിസൈഡിലാണ് അത് കൃത്യമായി നമുക്ക് പറയുന്നത്. ഞാൻ ചോദിച്ചാൽ അവരുടെ ഭാഗത്ത് അവർ ചെയ്ത തെറ്റെന്നുള്ളതാണ്. അവരൊന്നും പോസ്റ്റ് ചെയ്തു, ഒരാളെ ഡിഫൈം ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെ ഡിഫൈം ചെയ്യും, അവരെ പച്ചത്തെറി വിളിക്കുകയും ചെയ്തുള്ള പച്ചത്തെറി വിളിച്ചുകൊണ്ടുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നു. ആ ആളുകൾക്കെതിരെ നിങ്ങൾ എന്ത് പറയും? അവരൊരാളെ ശരി അപമാനിച്ചു, അവരൊരു റീച്ച് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുത്തു, അവരെ ഇതേ വിഷ്വൽ കാണിച്ചുകൊണ്ട്, ഏത് വിഷ്വലാണോ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ അയാൾ ആത്മഹത്യ, അതേ വിഷ്വൽ വീണ്ടും കാണിച്ചുകൊണ്ട് ഈ സ്ത്രീയെ പച്ച ചീത്ത വിളിക്കുന്ന മനുഷ്യരെ ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾ എന്ത് പറയും? ഇനി ഇവരൊരു ഇത് എന്നെ പറഞ്ഞ അവർ വീഡിയോയിൽ നോക്കിയപ്പോൾ ഇതുപോലെ പലയിടത്ത് വീഡിയോ ഉണ്ടെന്ന്. ഞാനത് കാണുന്ന അവർ പ്രൊഫഷണലിസ്റ്റ് ആയിട്ടാണ്. അവർ കെട്ടിയ പാട് ഒന്നും കരുതില്ല, അവർ 5 6 എടുത്ത് കാണില്ല. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ റീച്ച് ഉണ്ടാകുന്നത് ഒരു സാധനം അവർ പോസ്റ്റ് ചെയ്തു, റീച്ച് ഉണ്ടാകുന്നത് ചെയ്യുന്ന തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അവരൊരു കാറ് പാർക്ക് ചെയ്തിട്ട് അവർ ബസ്സിൽ കയറി, അതെ ബസ്സിൽ ഇത്തരം കാര്യങ്ങളുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പൊ അതൊരെണ്ണം ഷൂട്ട് ചെയ്തിട്ട് അവർ കയറി. അതിനകത്ത് എന്താണ് അവർ പണം ഉണ്ടാക്കി. എന്താണ് കുഴപ്പം? ഈ നാട്ടിൽ ആത്മീയത പറഞ്ഞ് പണം ഉണ്ടാക്കാമെങ്കിൽ എന്താ ഇവർക്ക് പണം ഉണ്ടാക്കിയത്? ഈ സംഭവത്തെ ബേസ് ചെയ്തൊരു സിനിമ നാളെ ഉണ്ടാക്കിയേക്കാം, അതിൽ പണം ഉണ്ടാക്കുമല്ലോ. ഈ മരിച്ചുപോയ ഒരു മനുഷ്യന്റെ ആസ്പെക്റ്റിൽ നിന്ന് ഒരു സിനിമ ഉണ്ടായിക്കൂടാന്നില്ലല്ലോ കേരളത്തിൽ. അപ്പൊ അത് പണം ഉണ്ടാക്കാനല്ലേ? പണം ഉണ്ടാക്കാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ മോശമാണോ? ആരാണ് ഈ പറയേണ്ടത്? ഇനി അവരതുകൊണ്ട് ബസ്സിൽ യാത്ര ചെയ്തത് ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ. അതിലെന്ത് ഞാനൊരു തെറ്റും കാണുന്നില്ല. ഞാൻ കാണുന്നത് മാലാ പാർവതി എന്ന് പറഞ്ഞ നടി കുറേ വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയുടെ സഹായത്തോടെ, അത് പിന്നീട് റിപ്പോർട്ട് ചെയ്യുമ്പോഴേ അറിയുന്നുള്ളൂ, രാത്രിയിൽ ഈസ്റ്റ് ഫോർട്ട് പോയിട്ട് നടന്നൊരു സംഭവമുണ്ട്. അപ്പം അവരും സമൂഹം എങ്ങനെ കാണുന്നുള്ളത്, അത് വാസ്തവത്തിൽ ഇവർ ചെയ്ത പ്രവൃത്തി തന്നെയാണത്. പക്ഷെ അതിന് ഭയങ്കര പബ്ലിസിറ്റി ആയിരുന്നു. പിന്നെ വനിതാ കോൺസ്റ്റബിൾസ് തിരക്കുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്നുണ്ട്, പുരുഷന്മാരെ അവർ ചില കണ്ണൊക്കെ കാണിക്കും. അപ്പൊ പുരുഷന്മാർ ചില മോശത്തിനായിട്ട് പെരുമാറാൻ അപ്പം അവനെ പിടിച്ചകത്തിടും. അതെന്തിനാണ് ചെയ്യുന്നത്? ഇനി എന്തായിരുന്നു അവരുടെ യഥാർത്ഥ തെറ്റ്? അവർ വീഡിയോ ഷൂട്ട് ചെയ്താണോ, അതോ ഒരു പോസ്റ്റ് ചെയ്താണോ, അതോ ലക്ഷക്കണക്കിന് പേര് കണ്ടതാണോ, അതോ അവർ പണം ഉണ്ടാക്കിയതാണോ, അതോ അവർ വീഡിയോ ഫുട്ടേജ് എടുത്തിട്ട് പോലീസിന് കംപ്ലൈന്റ് കൊടുക്കാതിരുന്നാണോ? ഇനി വേറൊന്ന് വളരെ മോശപ്പെട്ട, അവര് മുസ്ലിമും മരിച്ചയാളുടെ ഹിന്ദുവുമാണ് എന്നൊരു വാദം കൂടെ വരുന്നു. ഇതെല്ലാം വരുന്നുണ്ട്. നമ്മൾ കേസിലേക്ക് വരാം. എന്താണ് ഇതിനെടുത്തിരുന്ന കേസിന്റെ അബറ്റ്മെന്റ് സൂയിസൈഡ് ആണ്. സെക്ഷൻ 108 അണ്ടർ BNS ആൻഡ് സെക്ഷൻ 306 അണ്ടർ IPC. അതാണ് ആ കേസ്. കേസ് സീരിയസ് ആണ്, നോൺ ബെയിലബിൾ ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്. പിന്നീട് അത് ചർച്ച ചെയ്ത് പണം മുടക്കി ശരിയാക്കാൻ ഒക്കില്ല. പണിഷബിൾ ബൈ ഇംപ്രിസൺമെന്റ് അപ് ടു 10 years ആൻഡ് ഫൈൻ. ഇതിന് വേണ്ട പ്രധാന ഘടകങ്ങൾ എന്താണ്? മെൻസുറിയ എന്നൊരു സാധനമാണ്. ദാറ്റ് ഇസ് ക്രിമിനൽ ഇന്റൻഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ അക്യൂസ്ഡ്. ഇവിടെ ഈ സ്ത്രീ വീഡിയോ എടുക്കുമ്പം ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് ആ പോസ്റ്റ് ചെയ്യുന്ന വഴി ഇയാളുടെ മരണത്തിലേക്ക് ഞാൻ എത്തിക്കും എന്ന ക്രിമിനൽ ഇന്റൻഷൻ പ്രൂവ് ചെയ്തെങ്കിലേ മെൻസുറി വരുന്നുള്ളൂ. ഞാനൊരു പ്രവൃത്തി ചെയ്തു, ആ പ്രവൃത്തി ചെയ്യുമ്പോൾ എനിക്ക് ഇവർ പറഞ്ഞ പോലെ പണം ഉണ്ടാക്കാനാണ്, റീച്ച് ഉണ്ടാക്കാനാണ്, അല്ലാതെ ഈ മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല, അയാളെ സൂയിസൈഡിലേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ടല്ല. ആ തള്ളിയിടാൻ വേണ്ടി ചെയ്യുമ്പോഴാണ് മെൻസുറി ഉണ്ടാകുക. ദെയർ ഇസ് എ ക്രിമിനൽ ഇന്റൻഷൻ. അപ്പോൾ ആ വിക്ടിമിന്റെ മെന്റൽ പൊസിഷൻ, അയാളെ മരണത്തിലേക്ക് സൂയിസൈഡിലേക്ക് തള്ളിവിട്ട മെന്റൽ പൊസിഷൻ അല്ല മെൻസുറി, മറിച്ച് ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുടെ മനസ്സിൽ ക്രിമിനൽ ഇന്റൻഷൻ ഉണ്ടായിരുന്നു ആ പ്രവൃത്തി ചെയ്യുമ്പം. ദാറ്റ് ഈസ് ആബ്സല്യൂട്ട് നെസസിറ്റി ഇൻ എ കേസ് ഓഫ് അബറ്റ്മെന്റ് ടു സൂയിസൈഡ്. ഏത് ക്രിമിനൽ കേസിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ മെൻസുറി ഉണ്ടാകണം എന്നുള്ളതാണ്. ഇവിടെ ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട്, ഇയാളെ ആത്മഹത്യയിലേക്ക് നയിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവരിത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന അല്ലല്ലോ പറയുന്നത്. ഇവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പൊ മെൻസുറി ഇല്ലല്ലോ. ക്ലിയർ ആയിട്ടുള്ള അർത്ഥം എനിക്ക് നിയമവശങ്ങൾ അറിയില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ക്രിമിനൽ ഇന്റൻഷൻ ഇല്ല എന്ന് എങ്ങനെ പറയും? കൊല്ലാനുള്ള ഇന്റൻഷൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ അതാണ് മെൻസുറി. നിങ്ങൾ ക്രൈം എന്താണ്?
അബറ്റ്മെന്റ് ക്രൈം എന്നല്ലേ, അബറ്റ്മെന്റ് സൂയിസൈഡ് അല്ലേ, സൂയിസൈഡ് എന്ന് പ്രേരിപ്പിക്കുന്ന അബറ്റ്മെന്റ്. ഈ അബറ്റ്മെന്റ് വരുമ്പോൾ ആ സെക്ഷൻ നിലനിൽക്കണമെങ്കിൽ ആ മെൻസുറി ഉണ്ടായിരിക്കണം. ഇവരുടെ ഈ പ്രവൃത്തി വഴി അയാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടും. ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരാളുടെ എന്തെങ്കിലും നമ്മളൊരു അവർ ഏതെങ്കിലും ഒരു ബന്ധമുള്ളതിന്റെ എന്തെങ്കിലും ഫോട്ടോ നമ്മളെടുത്തു. ആ ഫോട്ടോ എടുത്തത് കാരണം നീ ഇനി ജീവിച്ചിരിക്കാൻ അർഹനല്ല, നീ ചത്തില്ലെങ്കിൽ ഇത് ഞാൻ പുറത്താക്കും എന്ന് പറഞ്ഞ് അയാൾക്ക് വേറെ ഒരു ഓപ്ഷനും കൊടുക്കുന്നില്ല. അങ്ങനെ അയാൾ ആത്മഹത്യ ചെയ്യുമ്പോഴാണ് ഇവിടെ മെൻസുറി വരുന്നത്. ഇവിടെ ഇവർ പോസ്റ്റ് ചെയ്യുമ്പം ഈ കേസ് അനുസരിച്ച് അവർ റീച്ചിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഈ വ്യക്തി അവർ കണ്ടിട്ടില്ല. ഈ വ്യക്തിയോട് അവർക്ക് എങ്ങനെയാണ് മുൻകാല ദേഷ്യം ഉണ്ടാകേണ്ടത്, വൈരാഗ്യം, ഒരു ഘടകം വേണ്ടേ ഒരാളോട് ഒരു കാര്യം ചെയ്യുന്നത്, വ്യക്തിപരം വേണ്ടേ? സാർ, അതായത് പറഞ്ഞു വരുന്നത് കൊല്ലാനുള്ള ഉദ്ദേശം തെളിയിച്ചാൽ മാത്രമേ മെൻസുറി നിലനിൽക്കുള്ളൂ എന്നാണ്. അതെ, മെൻസുറി നിൽക്കണമെങ്കിൽ ക്രിമിനൽ ഇന്റൻഷൻ, ആ ക്രൈം അയാൾ ചെയ്യാനുള്ള ക്രിമിനൽ ഇന്റൻഷൻ ഈ ചെയ്ത ആളുടെ ഭാഗത്തുണ്ടാകണം. അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ പല പെൺകുട്ടികളെയും ഇങ്ങനെ വീഡിയോസ് വെച്ചിട്ടും അല്ലാതെയൊക്കെ അവര് ബ്ലാക്ക്മെയിൽ ചെയ്ത് പല മിസ്യൂസ് ചെയ്യാറുണ്ടല്ലോ അവരെ. അപ്പൊ അങ്ങനെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പെൺകുട്ടിയുടെ എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചിട്ട് നീ അത് എന്റെ കൂടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ലീക്ക് ചെയ്യും എന്ന് പറയും. അപ്പോ ആത്മാഭിമാനമുള്ള പെൺകുട്ടികള് ചെന്ന് കിടന്നു കൊടുക്കില്ല. പകരം ചിലപ്പോൾ അവർ ചെയ്യുന്നത് ഇതുപോലെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു സൂയിസൈഡ് ആയിരിക്കും അവർ തിരഞ്ഞെടുക്കുക. അപ്പൊ അവിടെ ഈ മെൻസുറി എന്ന് പറയുന്നത് നിലനിൽക്കില്ല എന്നാണോ സാർ പറയുന്നത്? അതായത് അല്ല, അവിടെ മെൻസുറി ഉണ്ടല്ലോ. കാരണം ആ വീഡിയോ എടുത്തിട്ട് അവരോട് കാണിക്കുന്നു, ഈ വീഡിയോ എന്റെ കയ്യിലുണ്ട്, നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാനിത് പോസ്റ്റ് ചെയ്യും. പക്ഷെ അവിടെ ഇന്റൻഷൻ അവള് പോയി മരിക്കണം എന്നുള്ളതല്ലോ. അല്ല, നീ ഇവിടെ എന്റെ കൂടെ വരണം എന്നുള്ളതല്ലേ? അതെ, വരണം എന്നുള്ളപ്പോൾ തന്നെ വേറെ ഓപ്ഷൻസ് ഒന്നും ആ കുട്ടിക്ക് ഇല്ലാന്നില്ല. ആ കുട്ടിക്ക് അങ്ങനെ പറഞ്ഞാൽ പോലും മെൻസുറി കൃത്യമായി വരില്ല. ആ കുട്ടി വെരി വെൽ ലോഞ്ച് കംപ്ലൈന്റ് വിത്ത് പോലീസ്. നിലവിലെ നാട്ടിലുള്ള നിയമം അനുസരിച്ച് ഒരു പരാതി പോലീസിൽ കൊടുക്കണം. അതായത് നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷനും ഇല്ലാതെ ക്ലോസ് ചെയ്ത് ഓൺലി ഓപ്ഷൻ ഇസ് ടു എൻഡ് യുവർ ലൈഫ് എന്ന് വന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ 306 അനുസരിച്ച് അബറ്റ്മെന്റ് സൂയിസൈഡ് വരുള്ളൂ. അല്ല, ഈ ഒരു കേസിലും 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ആ പെൺകുട്ടിക്ക് ചെല്ലാം, അല്ലെങ്കിൽ മരിക്കാം. അവിടെ 2 ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ആ പെൺകുട്ടിക്ക് അല്ലല്ല, 3ാമത്തെ ഓപ്ഷൻ ഉണ്ട്. പെൺകുട്ടിക്ക് പോയി പരാതി കൊടുക്കാം പോലീസിന്റെ അടുത്ത്. നാട്ടിൽ നിങ്ങൾക്കെതിരെ ഒരു ക്രൈം ഒരാൾ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അയാൾ പറഞ്ഞ കേട്ട് നിൽക്കുമോ, അത് പോലീസ് സ്റ്റേഷനിൽ പോയി പറയൂ? പോലീസിനോട് പറയും. ആ പോലീസ് സ്റ്റേഷനിൽ എന്തുകൊണ്ട് അവർ പറയുന്നില്ല? നിങ്ങൾ ഈ പറഞ്ഞ എക്സാമ്പിൾ അങ്ങനെ പറയാതെ ആ കുട്ടി സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ പുറത്തു വിടും എന്ന് പറഞ്ഞവനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ പറ്റില്ല. വിജയിക്കില്ല. കാരണം ഈ 2025 ഓഗസ്റ്റ് 28 ഒരു കേസുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നു. അപ്പൊ അത് ഡീറ്റെയിൽഡ് പറയാം. ഒരു 7 പ്രാവശ്യം MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാള് അവരെ MP ആയി മധ്യപ്രദേശിലാണ്. അയാളെ ഈ കൂടെയുള്ള രാഷ്ട്രീയ ആരൊക്കെയോ അയാളെ ഒരുപാട് ഹരാസ് ചെയ്യുന്നു, അയാളെ ഫംഗ്ഷനിൽ പങ്കെടുപ്പിക്കുന്നില്ല, അയാളെ തളഞ്ഞു കളയുന്നു എന്നൊക്കെ പറഞ്ഞ് നോട്ട് എഴുതി വെച്ചിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു. ആ കേസിൽ സുപ്രീം കോടതി അബറ്റ്മെന്റ് സൂയിസൈഡ് തള്ളിക്കളഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഇവിടെ അതായത് അവർക്ക് ആ വ്യക്തിക്ക് ഈ ആത്മഹത്യ അല്ലാതെ സകല പഴുതുകളും അടച്ചു എങ്കിൽ മാത്രമേ അബറ്റ്മെന്റ് സൂയിസൈഡ് നിലനിൽക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ ഭീഷണിപ്പെടുത്തിയ യു ഷുഡ് ഗോ ടു ദ പോലീസ്. ഇപ്പൊ ഡിഫോമേഷൻ ആണ്, യു ഷുഡ് ഫയൽ എ കേസ് ഓഫ് ക്രിമിനൽ ആൻഡ് സിവിൽ ഡിഫോമേഷൻ അഗൈൻസ്റ്റ് ദ കൺസേൺഡ് പേഴ്സൺ. ഇവിടെ ഇയാൾക്ക് ക്രിമിനൽ ഡിഫോമേഷൻ കൊടുക്കാം ഇവരുമായിട്ട് അയാളൊന്നും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, ഇല്ലേ? അപ്പോൾ നേരത്തെ ഐശ്വര്യ കോട്ട് ചെയ്ത ആ ഒരു മനുഷ്യ നവീൻ ബാബു അല്ലെ, പുള്ളി ഹി വാസ് ഹോൾഡിംഗ് ദ പോസ്റ്റ് ഓഫ് ആൻ അഡീഷണൽ മജിസ്ട്രേറ്റ് അല്ലേ, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ പോസ്റ്റ് ഹോൾഡ്. അപ്പൊ അയാളെ പബ്ലിക് സ്റ്റേജിൽ വന്ന് രാഷ്ട്രീയക്കാരി അയാൾ അഴിമതിക്കാരനാണെന്ന് പറയുകയാണെങ്കിൽ നീതിബോധമുള്ള ഒരു അഡീഷണൽ മജിസ്ട്രേറ്റിന്റെ നിലയിലിരിക്കുന്ന അയാൾ ഹി ഷുഡ് ഹാവ് ഫൈൽഡ് എ കേസ് ഓഫ് ഡിഫമേഷൻ അഗേൻസ്റ്റ്. അതായിരുന്നു അയാൾ ചെയ്യേണ്ടിരുന്നത്. ഉടനെ അയാൾ പോയി ആത്മഹത്യ ചെയ്യുമ്പോൾ ഈ ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ അവർ 100% ആ മോമെന്റ് സെൽഫിഷ് ആണ് കേട്ടോ. അവർ മറ്റുള്ള ആരെയും കുറിച്ച് അവരെ കുറിച്ച് മാത്രമേ ആ മൊമെന്റ് ചിന്തിക്കുന്നുള്ളൂ. അയാളുടെ വൈഫ് എന്ത് തെറ്റിദ്ധരിച്ചു, അയാളുടെ മക്കൾ എന്ത് പഠിച്ചു, ആൻഡ് വൈ ഡിഡ് ഹി കമ്മിറ്റ് സൂയിസൈഡ് വെൻ സംബഡി റൈസ്ഡ് എ ഫാൾസ് അലിഗേഷൻ ഇഫ് ഇറ്റ് ഈസ് ഫാൾസ്? വൈ ഷുഡ് യു? അയാളുടെ പുറത്ത് ആ ആത്മഹത്യയുടെ പുറത്ത് നമ്മൾ എന്ത് ബഹളമാണ് ഈ നാട്ടിലുണ്ടാക്കിയത്? എന്ത് ബഹളമാണ് നമ്മൾ ഈ നാട്ടിൽ? ആഹാരം കഴിക്കാനില്ലാതെ പട്ടിണി കിടന്ന് മരിക്കുന്നതിന് പുറത്ത് നമ്മുടെ ഇവിടെ ഇത്ര ചർച്ചയില്ലല്ലോ. ഒരു ബണ്ണ് മോഷ്ടിച്ചതിനെ മധുവിനെ തല്ലിക്കൊന്നതിന് നമ്മുടെ ഇവിടെ ഇത്ര വലിയ ചർച്ച ഉണ്ടായിട്ടില്ലല്ലോ. വൈ ഡിഡ് ഹി കമ്മിറ്റ് സൂയിസൈഡ്? അയാൾ ഉത്തരവാദിത്തമുള്ള പൗരനായിരിക്കേണ്ടല്ലേ? അയാളൊരു അഡീഷണൽ മജിസ്ട്രേറ്റ് അല്ലേ? അയാൾ അവർക്കെതിരെ നടപടി എടുക്കേണ്ടത്. ഇഫ് ഹീസ് കംപ്ലീറ്റ്ലി അയാൾ തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യനാണെന്ന് പരിപൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ ഹി ഷുഡ് ഹാവ് ഫൈൽഡ് എ കേസ് ഓഫ് ഡിഫമേഷൻ അഗൈൻസ്റ്റ് ദിസ് പൊളിറ്റിക്കൽ ലീഡർ, സിവിൽ ആൻഡ് ക്രിമിനൽ. ഹി ഷുഡ് ഹാവ് ഫോട്ട് ഇറ്റ്. വിജയിച്ച് കാണിച്ചു കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അയാൾ ഉടനെ പോയി ആത്മഹത്യ ചെയ്യാണ് ചെയ്യുന്നത്.
ഇവിടെ ഇയാൾക്ക് ഈ പ്രശ്നം വരുന്ന ഉടനെ ഇയാൾ ആത്മഹത്യ ചെയ്ത് അയാളൊരു വീക്ക് മനുഷ്യനായിട്ട് അതുകൊണ്ടാണ്. അയാളൊരു വീക്ക് മനുഷ്യൻ. അതായത് ഇവർ പറയണത് mere harassment, simply harassing or abusing someone without a direct link to suicide does not constitute abetment. കൃത്യം സുപ്രീം കോടതി വിധികളാണ്. വീക്ക് മെന്റാലിറ്റി, if the person commits suicide due to weak or frail mentality, over then it cannot be blamed abetting. അത് ആ കേസിൽ കൃത്യമായി വരുന്നുണ്ട്. ഇപ്പൊ ഡിഫമേഷനും അബറ്റ്മെന്റും തമ്മിൽ വ്യത്യാസം. നിങ്ങൾ അപമാനകരമായ ഒരു വാർത്ത നിങ്ങളെ കുറിച്ച് വരുന്നതും അബറ്റ്മെന്റും രണ്ടാണ്. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ 360 എങ്ങനെ 306 IPC എങ്ങനെ വന്നു എന്നും കൂടെ നോക്കണം. അത് സതി നിർത്തലാക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സതി എന്ന് പറയുന്ന ആരും ഒരു സ്ത്രീയും ഭർത്താവ് മരിച്ചോടെ ചാകാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള വിശുദ്ധ അങ്ങനെ ഒരു സ്ത്രീകളൊന്നുമില്ല ലോകത്ത്. മനുഷ്യരൊന്നും നോബഡി വാണ്ട്സ് ടു ഡൈ. അവരെ നിർബന്ധിക്കുകയാണ്. സോഷ്യൽ പൊളിറ്റിക്കൽ കസ്റ്റംസ് അതങ്ങനെ നിർബന്ധിച്ച് പോയില്ലെങ്കിൽ ഉന്തിയിടും. അതായിരുന്നു അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ഭാഗമായിട്ടാണ് ഈ 306 കൊണ്ടുവരുന്നത്. നമ്മൾ അതിന്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റ് കൂടെ നമ്മളത് കാണണം. അന്ന് വളരെ വളരെ ന്യായവും ശരിയുമായ ഒരു സാധനം തെറ്റാണ് എന്നുള്ള ബോധത്തിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. പിന്നീട് നമ്മൾ അതിനകത്ത് ഈ ഡൗറി ഉള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് നമ്മളിപ്പോ നോക്കി. വിസ്മയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഡൗറി എന്നെ കുറിച്ച് മരിക്കുമ്പോൾ ഞാനത് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഡൗറി കൊടുക്കുന്നതും ഡൗറി വാങ്ങുന്നതും നിയമപരമായി തെറ്റായ ഈ നാട്ടിൽ ഡൗറി കൊടുത്തു എന്ന് പറഞ്ഞ അച്ഛനെ അമ്മയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടില്ല? വായി എന്തുകൊണ്ട് ചെയ്തില്ല? അവർക്ക് ജീവിക്കാനൊക്കെ ഇല്ല എന്ന് അവർ പറയുമ്പോൾ അച്ഛനും അമ്മയും അവരെ വിളിച്ച് സ്വന്തം വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കണം. അവൻ്റെ കൂടെ വിടരുത്. അപ്പൊ ഇവർക്ക് ഇതിനകത്ത് ഈ മരണത്തില് അയാൾക്ക് മാത്രമല്ല ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മളത് കാണുന്നേ ഇല്ല. കാരണം മാതാപിതാക്കൾ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും നമ്മൾ തെറ്റായിട്ട് കാണാം. അവർ കാരണം ദൈവം ഇങ്ങനെ ഭൂമിയിൽ അവതരിച്ച് നിൽക്കുകയാണല്ലോ മാതാപിതാക്കളായിട്ട്. അവർക്ക് വയ്യാന്ന് പറഞ്ഞപ്പം നീ അവിടെ നിൽക്കേണ്ടത് എന്ന് വീട്ടിൽ കൊണ്ട് നിർത്തണ്ടേ? അവനെതിരായിട്ട് എന്തൊക്കെ അവരെ ഉപദ്രവിക്കുന്നു, ഡൊമസ്റ്റിക് വയലൻസിന് കേസ് കൊടുക്കണ്ടേ? അച്ഛനും അമ്മയല്ലേ മുമ്പിലെടുത്തേണ്ടത്? എന്നിട്ട് അച്ഛൻ താടി വളർത്തിക്കൊണ്ട് നടന്ന കാര്യമില്ല. അവരെന്തിനാ അവർ കൊടുത്തുകൂടാന്ന് നാട്ടിലെ നിയമം ഉള്ളപ്പോൾ അവരെന്തിനാ കൊടുത്തത്? അവർക്കെതിരെ എന്ത് കുറ്റം നമ്മുടെ നാട്ടിൽ എന്ത് ശിക്ഷ അവർക്ക് കൊടുത്തു? നമ്മൾ എന്ത് ശിക്ഷയാണ് കൊടുത്തത്? അയാളെ ശിക്ഷിച്ചവരെ ഇവരെ ശിക്ഷിക്കട്ടെ. ഇപ്പൊ മകൾക്ക് വേണ്ടി കൊടുക്കുന്നതിന് ഡൗറി എന്ന് പേരിട്ട് ആരും പറയുന്നില്ലല്ലോ. പേര് പറയണ്ട. അതുപോലെ മറ്റേലും പറയാം. ഞാൻ കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, നീ പോയി ചാകടി എന്ന് പറഞ്ഞിട്ട് അതിനെ തുറന്ന് അവള് പോയി ആത്മഹത്യ ചെയ്താൽ, അതുകൊണ്ടാണ് ആ സ്ത്രീ ആത്മഹത്യ ചെയ്താലും അത് അബറ്റ്മെന്റ് ക്രൈം അല്ല എന്നാണ് സുപ്രീം കോടതി പല വിധിന്യായങ്ങളും പറയണം. നമ്മൾ വളരെ വകുപ്പ് എന്തിനാണ് സാർ? അപ്പൊ ഇങ്ങനെ ഒരു വകുപ്പ് എന്തിനാണ്? ഇത് തെളിയിക്കാൻ ഒരു സാഹചര്യത്തിലും പറ്റാത്ത രീതിയിൽ അങ്ങനല്ല. നമ്മളൊരു ഏത് ക്രൈം ചെയ്യണമെങ്കിലും ഐശ്വര്യ, നാട്ടിൽ ഏത് ക്രൈം ചെയ്യണമെങ്കിലും മെൻസുറി ഹാസ് ടു ബി പ്രൂവ്ഡ്. ക്രിമിനൽ ഇന്റൻഷൻ ഉണ്ട് എന്നാലേ ശിക്ഷിക്കാനൊക്കെ ഉള്ളൂ. വകുപ്പുള്ളതുകൊണ്ട് എല്ലാവരെയും പിടിച്ച് ശിക്ഷിക്കാനൊക്കെ ഇല്ല. ശിക്ഷിക്കാനല്ല വകുപ്പ്. ഏറ്റവും അതായത് 100 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഫുൾ പ്രൂഫ് ആയിരിക്കണം. അല്ല നിങ്ങൾക്ക് FIR എടുത്തോണ്ട് അത് സുപ്രീം കോടതി പറയുന്നുണ്ട് അതിനകത്ത്. സുപ്രീം കോടതി ഡിസിഷൻസ് ഞാൻ അതിലേക്ക് വരാം. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ. സുപ്രീം കോടതി ഇസ് ഓബ്വിയസ് ദാറ്റ് ഇൻ ഓർഡർ ടു ചാർജ് എ പേഴ്സൺ അണ്ടർ സെക്ഷൻ 306 of IPC there has to be a lucid mensurate to commit the offense. മനസ്സിലായ? ക്ലിയർ ആയിട്ട് പറയാം. ഇത് സുപ്രീം കോടതി ഡിസിഷൻ പറയുന്നത്. അത് ക്രിമിനൽ അപ്പീൽ നമ്പർ 461 of 2025 കേട്ടോ. അവർ പറയണമെന്നറിയാമോ? It has been further held that intention of the accused to aid or instigate or to abet the deceased to commit suicide is a must for attracting section 306. അബറ്റ്മെന്റ് എന്താന്ന് പറയാം? അബറ്റ്മെന്റ് പറയുമ്പോൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്യണം. അതിന്റെ പുറയിൽ ഇന്റൻഷനൽ ഇപ്പോൾ നമ്മളൊരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ കൊണ്ട് വിഷം കൊണ്ട് കൈ കൊണ്ട് കൊടുത്ത് അവരെ കുടിപ്പിക്കുന്ന ഒരു ഇതില്ലേ, ആ പ്രോസസ്സ് ഉണ്ടാകണം. അവരായിരിക്കും കഴിക്കുന്നത്, പക്ഷെ അത് കൊണ്ടുകൊടുക്കുന്നത്. അതിനകത്ത് ഈ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന അഭിനവ് മോഹൻ ഡൽക്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. അത് ഓഗസ്റ്റ് 18, 2025 ജഡ്ജാണ്. ചീഫ് ജസ്റ്റിസ് ഗവായിയുടെയും വിനോദ് ചന്ദ്രന്റെയും ജഡ്ജ്മെന്റ് ആണ്. അവരത് പറയാണ് പാരയിൽ, ഡെസ്പൈറ്റ് എ വെൽത്ത് ഓഫ് പ്രസിഡൻസ് the police still have not come to terms with what constitutes an abetment as envisaged under section 306 of IPC or ഭാരതീയ ന്യായ സംഹിത. അതിന്റെ ഇതിനകത്ത് അത് പോലീസുകാർക്ക് ഇപ്പോഴും മനസ്സിലായില്ലെന്നാണ്. ഓൺ എ കംപ്ലൈന്റ് റേസ്ഡ് ദ അലിഗ്ഡ് പെർപെട്രേറ്റർ ഈസ്, അതിനകത്ത് മെൻസുറെ ഇല്ലാതെ നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാനേ ഒക്കില്ല. അൺലെസ് യു പ്രൂവ്ഡ് മെൻസുറെ, അൺലെസ് എ സ്ട്രോങ് കേസ് ഓഫ് മെൻസുറെ, നിങ്ങൾ കേസ് എടുക്കാനൊക്കില്ല എന്ന് പറയണം സുപ്രീം കോടതി പറഞ്ഞത്. അത് സുപ്രീം കോടതി ഉദയ് സിംഗ് വേഴ്സസ് രമേഷ് കുമാർ ആൻഡ് സ്റ്റേറ്റ് ഓഫ് ചണ്ഡീഗഡ് അതിനകത്ത് അവർ കൃത്യമായിട്ട് പറയുന്നു. ദ ഇൻസ്റ്റിഗേഷൻ ടു പ്രൊവോക്ക്, അർജ് ഫോർവേഡ്, ഇൻസൈറ്റ് ഓർ എൻകറേജ്മെന്റ് ടു ഡു ആൻ ആക്ട്, അത് വേണം. To satisfy the requirement of instigation, though it is not necessary that actual words must be used to that effect. A word uttered in the fit of anger or emotion without intending the consequences.
ടു ആക്ച്വലി ഫോളോ കനോട്ട് ബി സെറ്റ് വെൻ ഇൻസ്റ്റിങ്. നീ പോയി ചാകടി എന്ന് പറയുന്നില്ലേ, ഒരു വഴക്കിന്റെ ഒരു ഇമോഷനിൽ പറയുന്ന ചിലപ്പോൾ നീ പോയി ചാകടി എന്ന്, അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അബറ്റ്മെന്റ് സൂയിസൈഡ് വരുന്നില്ല എന്നായി പറയണത്. ആ കോണ്ടെക്സ്റ്റും കൂടെ നമ്മൾ കാണണം. പിന്നെ വേറെ ഏറ്റവും തമാശയായിട്ട് പറഞ്ഞത്, ഇഫ് ഇറ്റ് ട്രാൻസ്ഫേഴ്സ് ടു ദ കോർട്ട് ദാറ്റ് എ വിക്ടിം കമ്മിറ്റിംഗ് സൂയിസൈഡ് വാസ് ഹൈപ്പർ സെൻസിറ്റീവ് ടു ഓർഡിനറി പെറ്റുലൻസ്, ഡിസ്കോർഡ് ആൻഡ് ഡിഫറൻസ് ഇൻ ഡൊമസ്റ്റിക്. ഓർഡിനറി പെറ്റുലൻസ് എന്ന അർത്ഥം എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ഓഫ് ബീയിങ് ചൈൽഡിഷ്, ക്വാളിറ്റി ഓഫ് ബീയിങ് ചൈൽഡിഷ്. അങ്ങനെയാണെങ്കിൽ to which the victim belong, to the society to which the victim belong, and such petulance, discord and difference were not expected to induce a similar circumstanced individual in a given society commit suicide. ഇതേ സാഹചര്യത്തിൽ അയാൾ ജീവിക്കുന്ന ആ സമൂഹത്തിൽ ഇതേ സമാനമായ ഒരു സംഭവം വരുമ്പോൾ അതുപോലെ അയാളെപ്പോലെ വേറൊരു വ്യക്തി സ്വാഭാവികമായിട്ട് ആത്മഹത്യയിലേക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇയാൾ ചെയ്യുന്ന ആത്മഹത്യയുടെ പുറകിൽ മെൻസുറി ഉണ്ടെന്ന് പറയാനൊക്കില്ല. ഇത് അയാളുടെ പെറ്റുലൻസ് ആണ് റിഫ്ലക്ട് ചെയ്യുന്ന കോടതി പറയുന്നത്, അയാളുടെ ചൈൽഡിഷ് നേച്ചർ ആണ് എന്നാ കോടതി പറഞ്ഞു. ഞാനല്ല, കോടതി, സുപ്രീം കോടതി പറയും. ഇനി it also requires an active or direct act which led to the deceased to commit suicide, seeing no option, and that act must have been intended to push the deceased into such a position that he committed suicide. ഇവിടെ ഇയാളെ നിർബന്ധിച്ച് ഇയാളുടെ സകല ഓപ്ഷനും ക്ലോസ് ചെയ്തിട്ട് അയാൾ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന പോയിന്റ് കൊണ്ട് നിർത്തുകയാണ്. അയാൾക്ക് വേറെ വഴിയില്ല. അതാണോ ഈ സ്ത്രീ ചെയ്തത്? ഐ ഡോണ്ട് തിങ്ക്. പക്ഷേ അതായത് ഈ ഇൻസ്റ്റിഗേഷൻ തെളിയിക്കാനായിട്ട് ബ്ലാക്ക് മെയിൽ അല്ലെങ്കിൽ ഡിഫമേഷൻ ഒന്നും ഇൻസ്റ്റിഗേഷൻ തെളിയിക്കാനുള്ള കാരണങ്ങളായിട്ട് കോടതി അംഗീകരിക്കില്ല എന്നാണോ പറയുന്നത്? ഡിഫോമേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ഡിഫോമേഷനാ കേസ് കൊടുക്കേണ്ടത്, നിങ്ങൾ അബറ്റ്മെന്റ് സൂയിസൈഡ് അല്ല. ഇഫ് യു ഹാവ് ബീൻ ഡിഫൈംഡ്, ആ ഡിഫോമേഷൻ കൊണ്ട് നിങ്ങൾ ആത്മഹത്യ ആണെങ്കിൽ അതിന് അബറ്റ്മെന്റ് സൂയിസൈഡ് ഒന്നും ഇല്ല. നിങ്ങളെ ഒരാൾ അടിച്ചു, നിങ്ങൾ ഉടനെ പോയി ആത്മഹത്യ ആണെങ്കിൽ നിങ്ങൾ അടിച്ചതിന് നിങ്ങൾ അതിനുള്ള പരിഹാരം നോക്കണ്ടേ? അതാണ് ചൈൽഡിഷ് എന്ന് പറയുന്നത്. ചൈൽഡിഷ് എന്ന് പറയുന്നത് അതാണ്. നിങ്ങളെ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പോയി ആത്മഹത്യ. ഞാൻ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ. രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വന്നിട്ട് വരുന്ന അയാൾ ആത്മഹത്യ ചെയ്യുന്നു വിചാരിക്കുക. ആത്മഹത്യ ചെയ്യാനല്ല കേട്ടോ നമ്മുടെ ഹൈപ്പോത്തറ്റിക്കൽ. അയാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അയാളെ ഇപ്പൊ അയാൾ ജാമ്യത്തിൽ വിട്ടു കഴിയുമ്പോൾ ആത്മഹത്യയാണെങ്കിൽ അയാളെ ആത്മഹത്യക്ക് നയിച്ചത് ഈ 3 സ്ത്രീകളാണെന്ന് പറഞ്ഞിട്ട് അവർക്കെതിരെ അബറ്റ്മെന്റ് സൂയിസൈഡ് കേസ് എടുക്കുമോ ഐശ്വര്യ? ഇല്ല. അപ്പൊ അത്രേ ഉള്ളൂ. അയാൾ ചൈൽഡിഷ് ആയിരുന്നു, മരിച്ചുപോയ ചൈൽഡിഷ് ആയിരുന്നു, അല്ലെങ്കിൽ അയാൾക്ക് വേറെ ഒരുപാട് പ്രശ്നങ്ങളുടെ, നമ്മൾ പറയത്തില്ലേ ദ ക്രിട്ടിക്കൽ ഡ്രോപ്പ് എന്ന് പറഞ്ഞ സൈക്കോളജിയിൽ ഇതുണ്ട്. നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് ഒഴിച്ചൊഴിച്ച് നിറയുന്നു, വീണ്ടും നമ്മൾ ഒരു തുള്ളി ഒഴിക്കുമ്പോൾ ഗ്ലാസിന്റെ മുകളിൽ ഒരു സെമി സർക്കുലർ ഫോമിൽ ഗ്ലാസിന്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി വരും വെള്ളം, ഒരു ലെവലല്ല. ദെൻ ആറ്റ് എ പോയിന്റ് നിങ്ങൾ ഒരു തുള്ളി ഒഴിക്കുമ്പോൾ ദാറ്റ്സ് കോൾഡ് ക്രിട്ടിക്കൽ ഡ്രോപ്പ്. അത് ഒഴിക്കുമ്പോൾ ആ ലെവലിന് മുകളിൽ നിന്ന് വെള്ളം മാത്രമല്ല, ആ ഗ്ലാസിന്റെ ലെവലിന് താഴെ നിന്ന് കുറച്ച് വെള്ളം ഉൾപ്പെടെ ഒലഞ്ഞ് വെളിയിൽ പോകും. ദാറ്റ് ഈസ് കോൾഡ് എ ക്രിട്ടിക്കൽ ഡ്രോപ്പ്. ആ ക്രിട്ടിക്കൽ ഡ്രോപ്പ് ആയിരിക്കാം ഈ വീഡിയോ, ഹു നോസ്. അപ്പൊ അതുവരെ നിറഞ്ഞ ഗ്ലാസ്സിലെ ആരുത്തരം പറയും? നിങ്ങൾ ഒരാൾക്കെതിരെ കേസ് എടുക്കുമ്പോൾ അതിനകത്ത് അവർ സുപ്രീം കോടതി പറഞ്ഞാണ് സെക്ഷൻ 306 ഹാസ് ബീൻ ഇന്റർപ്രറ്റഡ് ടൈം ആൻഡ് അഗെയിൻ ആൻഡ് ഇറ്റ്സ് പ്രിൻസിപ്പിൾസ് ആർ വെൽ എസ്റ്റാബ്ലിഷ്ഡ്. To attract the offense of abetment to suicide, it is important to establish proof of direct or indirect act of instigation or incitement of suicide by the accused, which should reveal a clear mensure to abet commission of suicide and should put the victim in such a position that he or she would have no other option but to commit suicide. Without mensure on the part of the accused person, the abetment suicide will not stand. അതാണ് സുപ്രീം കോടതി will not stand. ഞാനല്ല പറയുന്നത്. അപ്പൊ നമ്മൾ ഇതൊന്നും അറിയാത്ത ഈ പോലീസുകാരന്മാർ, എനിക്ക് അറിയില്ല കേട്ടോ, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു കേസ് എടുക്കും. ഇതൊക്കെ നോക്കണ്ടേ ഇവര്? പക്ഷെ ഇങ്ങനെ പോലീസ് കേസ് എടുത്തെങ്കിലും ജാമ്യം കൊടുക്കാതെ 14 ദിവസം റിമാൻഡ് ചെയ്തത് കോടതിയാണല്ലോ. അല്ല, ഈ പോലീസുകാരെ പോലെയാണ് ഈ പല നമ്മൾ കുറെ കാണുകയല്ലേ, ഇതൊന്നും വായിച്ച് മനസ്സിലാക്കാത്ത കുറെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് നമുക്കുണ്ട്. അവര് സൊസൈറ്റിയുടെ മൂഡ് കണ്ടിട്ടാണ് ജഡ്ജ്മെന്റ് എഴുതുന്നത്. ജഡ്ജ് അങ്ങനെ ആയിരിക്കല്ലേ, ജഡ്ജ് നിയമത്തിനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. ലെറ്റ് ദ ഓൾ വേൾഡ് സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് യു. നിങ്ങൾ ആ നിയമത്തിലെ പിടിച്ചിരിക്കേണ്ട, അതാണ് ജഡ്ജിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതായത് ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു കുറ്റം ചുമത്തുമ്പോൾ അത് തെളിയിക്കണം, മെൻസ്ട്രിയെ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പ്രവർത്തനം അയാളെ മരണത്തിലേക്ക് തള്ളിവിടാമെന്ന് നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കണം. തള്ളിവിടാൻ വേണ്ടി ചെയ്യും, വിടാന്നുള്ളതല്ല, there's a possibility അല്ല. our sole intention is to see that he commits suicide. that is mensure. ഐശ്വര്യ, ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പം I have my whole intention is to force her to commit suicide, leaving her no other option. ഒരൊറ്റ വാതിലേക്ക് മാത്രം തുറന്നു വെക്കും, ബാക്കി എല്ലാം അടയ്ക്കുന്നു.
മുമ്പോട്ട് ഒറ്റ വഴിയേ ഉള്ളൂ, അത് മരണത്തിന്റെ വഴിയാണ്. അവിടെ കൊണ്ട് നിർത്തുന്നു. അവിടെ കൊണ്ട് നിർത്തുമ്പോഴും അവിടെ കൊണ്ട് നിർത്തുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. ദാറ്റ് ഈസ് മൈ ക്രിമിനൽ മൈൻഡ്, ക്രിമിനൽ ഇന്റൻ. ദാറ്റ് ഈസ് മെൻസുറേ. അല്ലാതെ ഈ കേസ് പൊളിഞ്ഞ് പപ്പടായി പോകും കേട്ടോ. ഈ കേസ് പൊളിഞ്ഞ് പപ്പടായി പോകും. ഇറ്റ് വോണ്ട് സ്റ്റാൻഡ്. നമ്മളിപ്പോ ഈ പറയുന്ന ദീപകിന്റെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഡിവോഴ്സി ആണെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പൊ സാർ പറഞ്ഞ പോലെ ഒരു ക്രിട്ടിക്കൽ ഡ്രോപ്പ് ആയിട്ടായിരിക്കാം ചിലപ്പോ ഷിംജിതയുടെ ഈ ഒരു വീഡിയോ അയാളെ എഫക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇതൊരു റിമോട്ട് കോസ് മാത്രമായിരിക്കുമല്ലോ. അപ്പൊ റിമോട്ട് കോസ് ഒരിക്കലും കോടതി അക്സെപ്റ്റ് ചെയ്യില്ല. മാത്രം ചെയ്ത സ്ത്രീക്ക് ഇയാളെ ആത്മഹത്യ ചെയ്യണം എന്നുള്ള ഇന്റൻഷൻ വേണം. ഞാൻ ചെയ്യുമ്പം യു ഷുഡ് കമ്മിറ്റ് സൂയിസൈഡ്. മൈ ആക്ട് ഷുഡ് ലീഡ് യു ടു കമ്മിറ്റ് സൂയിസൈഡ്, നത്തിങ് എൽസ്. എന്ന് ഉണ്ടെങ്കിൽ പ്രൂവ് ചെയ്തെങ്കിലേ ഇത് നിൽക്കുള്ളൂ, മെൻസുറേ നിൽക്കുള്ളൂ. ഞാനൊരു സംശയം കൂടി ചോദിച്ചോട്ടെ. അങ്ങനെ ഇപ്പൊ നമ്മൾ ഈ ചർച്ച ചെയ്തിടത്തോളം എനിക്ക് മനസ്സിലായത് ഇങ്ങനെ കറക്റ്റായിട്ട് കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി എന്നുള്ളത് തെളിയിക്കാൻ, മെൻസുറയെ തെളിയിക്കാൻ വളരെ പാടുള്ള ഒരു സംഭവമാണ് ഇപ്പോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വകുപ്പ് വെച്ച് പക്ഷെ ഒരുപാട് കേസുകൾ വന്നിട്ടുമുണ്ട്. ഇതിൽ ഏതെങ്കിലും ശിക്ഷിക്കപ്പെട്ട കേസുകൾ ഏതെങ്കിലും ഉണ്ടോ? അപ്പൊ അങ്ങനെ അത് ശിക്ഷിക്കപ്പെട്ട കേസുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഇഷ്ടം പോലെ ഉണ്ട്. മെൻസുറ അപ്പൊ അവിടെ അല്ല, മെൻസുറെ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത് ശിക്ഷിക്കപ്പെടും. മെൻസുറെ പ്രൂവ് ചെയ്യാത്തതുകൊണ്ടാണ് ശിക്ഷിക്കുക. മെൻസുറെ ഇസ് എ പ്രൈമറി നെസസറി കണ്ടീഷൻ. ഇസ് എ പ്രൈമറി നെസസറി കണ്ടീഷൻ. അതില്ലാതെ മുമ്പോട്ട് പോകില്ല. അതുണ്ടെങ്കിൽ മുമ്പോട്ട് പോകും. പിന്നെ എവിഡൻസിന്റെ മറ്റു കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ ശിക്ഷിച്ച ധാരാളം കേസുകളുണ്ട്, ശിക്ഷിക്കാത്ത. ഇനി ഇതിനകത്ത് ഏറ്റവും തമാശ, ഈ ഒരു സംഭവം കേരള സമൂഹത്തിൽ ഒരു ഭൂകമ്പം പോലെയാണ് ഇതുണ്ടാകുക. ഇതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കി, ഇത് കഴിയുമ്പോഴത്തേക്കും അവരുടെ വീട്ടിൽ, അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ മകനാണ്. അവരുടെ വീട്ടിൽ ആരും പൈസ മോട്ടിച്ചുകൊണ്ട് പോയൊന്നുമല്ല. അവർക്ക് പണമില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്നവരല്ല. അടുത്ത ദിവസം അവർക്ക് ഒരു 3 ലക്ഷം രൂപ അവർ കൊണ്ട് കൊടുക്കുന്നു. അതിന് നാട്ടുകാരെയൊക്കെ വിളിക്കുന്നു, വീഡിയോ ക്യാമറ എല്ലാം ഉണ്ട്, വിളിച്ചുകൊണ്ട് കൊടുക്കുന്നു. അത് പോസ്റ്റ് ചെയ്യുന്നു. അത് പോസ്റ്റ് ചെയ്യുന്ന റീച്ചിന് വേണ്ടിയിട്ടല്ലേ? അവർക്ക് അപ്പോഴത്തെ ആവശ്യം 3 ലക്ഷം രൂപയാണോ? എന്തിനാണ് ഈ നാടകങ്ങൾ ഈ നമ്മുടെ നാട്ടിൽ കളിക്കുന്നത്? എന്തിനാ ഈ നാടകങ്ങൾ കളി? ഈ 3 ലക്ഷം രൂപ എന്ന് പറയണ കൊടുക്കാനൊക്കും. കാരണം കുടുംബത്തില് ഈ അയ്യപ്പന്റെ സ്വർണ്ണം മോഷ്ടിച്ച് ഉൾപ്പെടെ ധാരാളം പണം കാണും. അതിനടുത്ത് കൊടുക്കാം, ഒരു കുഴപ്പവും കാണത്തില്ല. അതിന് പബ്ലിസിറ്റി മേടിക്കാം. ഇടിഞ്ഞു കിടക്കുന്ന ഇമേജ് മെച്ചപ്പെടുത്താനും ഈ ആത്മഹത്യ ഉപകരിക്കുന്നത്. അപ്പൊ ആരാണ് ഈ മരണത്തെ ദുരുപയോഗം ചെയ്തിരിക്കുന്നത്? ആരാണ്? അവര് ഇയാളെ മരണത്തിലേക്ക് തള്ളിവിട്ടില്ല. അവരുടെ പ്രവൃത്തിയെ തുറന്ന് ഇയാൾ ആത്മഹത്യ ചെയ്തു. ഈ ആത്മഹത്യ, ഈ മരണത്തെ ചൂഷണം ചെയ്യുന്നവരുണ്ടല്ലോ, സ്വന്തം ഇതിനു വേണ്ടിയിട്ട് പുരുഷന്മാരെ സംഘടിപ്പിക്കാനും. വാസ്തവത്തിൽ അപമാനകരമാണ് കേരളത്തിലെ പുരുഷന്മാർക്ക്. പുരുഷന്മാരെ കുറച്ച് ഇവരെ കൂടെ പറയും, പുരുഷന്മാരെ വീക്കർ സൊസൈറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. സ്ത്രീകളെ വീക്കർ, ദുർബലർ എന്ന് പറഞ്ഞാൽ പുരുഷനെ ദുർബലരാണ്. പുരുഷൻ ഇപ്പൊ നോക്കണം, പുരുഷന് മാനക്കേട് ഉണ്ടാകുന്നു. പണ്ട് സ്ത്രീകൾക്കാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്, അപമാനം. പുരുഷൻ പണ്ട് ബലാത്സംഗം ചെയ്യുന്ന പുരുഷൻ മര്യാദയ്ക്ക് നടക്കും. ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീ അപമാനിതയായി സമൂഹത്തിന് വിളിച്ചിരിക്കും. ഇപ്പോൾ ഒരു സ്പർശം നടത്തി എന്ന് പറയുന്ന പുരുഷൻ ആത്മഹത്യ ചെയ്യുന്നു. പുരുഷന്റെ മാനം പോയി. ഇപ്പൊ പുരുഷന്റെ മാനം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പുരുഷ സമൂഹം വരിക, പുരുഷ സൊസൈറ്റി വരികയാണ്. പുരുഷനെ ദുർബല വിഭാഗമായി ഡിക്ലെയർ ചെയ്യണം, പുരുഷനെ അപമാനിതനാകല്ലേ, പുരുഷത്വം അപമാനിക്കപ്പെടുന്നൊക്കെ പറഞ്ഞ് വന്നുകൂടാനില്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന്റെ ദുരന്തം. മറ്റേതൊരു മരണം, ആ വീട്ടില് മരണം നിസ്സാരമായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഏത് വീട്ടിലും ആർക്കുണ്ടാകുന്ന മരണം ഭയങ്കര വേദന ഉണ്ടാക്കുന്നതാണ്. അവരുടെ ജീവിതത്തിന്റെ താളമൊക്കെ തെറ്റിക്കും. അത് ഭാഗ്യം. സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്നത് ഇത്തരം എന്താണ്, ഇതിനെ എന്താ പറയണത്? ഇസ് ഇറ്റ് ക്യാൻസറസ് വൈറസ്? വാട്ട് ഇസ് ഹാപ്പനിങ് നൗ? അതിനെ തുടർന്ന് ചില സാധനങ്ങൾ ഇത് കിടക്കുമ്പോൾ ചില കൃമികീടങ്ങൾ വന്ന് അവരുടെ ജീവിതം തുടങ്ങുമെന്ന് പറയുമല്ലോ. അതുപോലെ ചില കൃമികീടങ്ങൾ പുതിയ ജീവിതം ഇത് വെച്ച് തുടങ്ങിയാൽ അവർക്ക് രൂപ കൊണ്ട് കൊടുക്കുന്നു. അതിന് പൈസ വേണ്ടിയിട്ടാണ്. ഇവിടെ പൈസയ്ക്ക് ആവശ്യമുള്ള വീട് ജപ്തി ചെയ്യാൻ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ ആർക്കാണ് ഈ കൊണ്ട് കൊടുത്തിട്ടുള്ളത്? അപ്പൊ ഇത് വെച്ചുകൊണ്ട് സ്വർണം കട്ട ഉൾപ്പെടെയുള്ള പണം എടുത്തു വെച്ചുകൊണ്ട് ഈ നാടകം കളിക്കുന്നില്ലേ? ഇതാണ് ഏറ്റവും വലിയ ദുരന്തം ഈ കേസിൽ. അങ്ങനെയാണ് ഞാനിത് കാണുന്നത്. ഉറപ്പായിട്ടും സാർ. അതായത് ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു കൺക്ലൂഷൻ ഈ ഒരു വിഷയം. കേസ് പൊളിഞ്ഞ് പപ്പറായി പോകും. നല്ല അറിയാവുന്ന വക്കീലാണ്. ആദ്യത്തെ ആർഗ്യുമെന്റ് പൊളിഞ്ഞു, ഫസ്റ്റ് ആർഗ്യുമെന്റ് പൊളിഞ്ഞു.